ഹായ് പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു അത്ഭുത ചെടിയാണ് കേട്ടോ. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ചെടി. ഈ ചെടി കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു അത്ഭുത ചെടിയാണ്. കാരണം ഈ ചെടിയിൽ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ചെടിയിൽ എപ്പോഴും ഇങ്ങനെ പറ്റി നിൽക്കും. ഈ ചെടിയിൽ നിന്നും ഓടിച്ചു വിട്ടാൽ പോലും അത് പോകില്ല. ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാൻ ഈ ചെടിക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, അങ്ങനെ ഒരു ചെടിയോ, ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഒരു ചെടിയിൽ അങ്ങനെ നിൽക്കുമോ? എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് കരുതി ഞാൻ അത് വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാം എന്ന് കരുതി ഞാൻ ഫോണൊക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ട് ഞാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് അദ്ദേഹം പേര് പറഞ്ഞത്. അപ്പം ഞാൻ വന്നപ്പോൾ ഇതാണ്ടേ ഇതിലിങ്ങനെ വന്ന് ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. 1, 2, 3 പിന്നെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇതിൽ എന്തുവാണ് ഇത്, തേൻ നൂരുവാണോ അതോ ഇനി ഇലയിൽ എന്തെങ്കിലും മണം ഉണ്ടായിട്ട് പറ്റിയിരിക്കുകയാണോ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പിന്നെയും ബട്ടർഫ്ലൈസ് വരികയാണ്. മരമല്ല, ചെടിക്ക് ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുന്നു. എനിക്കിത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ പൂക്കളിൽ നമുക്ക് കാണുമല്ലോ, ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പൂക്കൾക്ക് തേൻ നൂരാനൊക്കെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. ഇതിൽ പൂവായിട്ടൊന്നും കാണുന്നില്ല. ഇതിലിപ്പോൾ ഈ കാണുന്ന ഈ പച്ച നിറത്തിലുള്ള ഒരു മുട്ടാണോ, പൂ വിരിയുന്ന മുട്ടാണോ എന്താണോ അതങ്ങനെ നിൽപ്പുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ ഒരു ചെടി കേട്ടോ. നിങ്ങളാരെങ്കിലും നേരത്തെ ഇങ്ങനെ ഒരു ചെടിയെപ്പറ്റി കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. 3 ബട്ടർഫ്ലൈസ് അവിടെ നിന്ന് മാറുന്നതേ ഇല്ല. ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് നിന്ന് വീഡിയോ എടുത്തിട്ടും എന്ത് ചെയ്തിട്ടും അവർ ആ ബട്ടർഫ്ലൈസ് അവിടെ നിന്ന് പോകുന്നതേ ഇല്ല. ആ ബട്ടർഫ്ലൈസ് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ഒരു ആകർഷണീയത ഉള്ളതുപോലെ എന്തോ ഒന്ന് അതിലേക്ക് അവരെ ആ ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എത്ര ഓടിച്ചു വിടാൻ നോക്കിയാലും ഓടത്തുമില്ല, ഒന്നുമില്ല. അതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു ചെടിയിൽ എന്തോ അവർക്ക് ആ ചെടിയിൽ താല്പര്യം തോന്നുന്ന എന്തെങ്കിലും അതിൽ കാണുമായിരിക്കും. അപ്പം എൻ്റെ മദർ-ഇൻ-ലോ വന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ മണപ്പിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇലയ്ക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇരിക്കുന്നത് നോക്ക്, എത്ര ഇതായിട്ടാണ് അതിൽ പോയിരിക്കുന്നത്. ഞാനൊന്ന് തൊട്ട് കേട്ടോ, അതിനെ ഞാൻ തൊട്ടിട്ട് പോലും അത് പോകുന്നില്ല. നോക്കിക്കേ, അപ്പം ഞാൻ പറയുന്നത് വിശ്വാസമായോ നിങ്ങൾക്ക്? എത്രയും തൊട്ടിട്ട് അതിൻ്റെ ആ ഒരു ബോഡിയിൽ ഞാൻ സ്പർശിച്ചിട്ട് പോലും അത് പോകുന്നില്ല. അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്നെ ശല്യപ്പെടുത്തല്ലേ എന്നുള്ള ഭാവത്തിലാണ് അതിൻ്റെ ഇരിപ്പ്. ഇല എനിക്ക് നോക്കി എന്നിട്ടും പോകുന്നില്ല. പിന്നെ അതിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇവരെ ഞാനൊന്ന് തൊട്ട് നോക്കി, ഇവരും അനക്കമൊന്നുമില്ല. ആദ്യം ഇവർ 3 പേരും നല്ല കാര്യമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്തോ മാദക ഗന്ധമൊക്കെ ആണെന്ന് തോന്നുന്നു. അതിലിങ്ങനെ നല്ല ഗാഢമായി മുഴുകിയിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ഒന്നുകൂടെ ഒന്ന് കൈയൊക്കെ ഒന്ന് ആട്ടിയൊക്കെ നോക്കിയപ്പോൾ അവർ പറന്നിട്ട് പിന്നെയും ഇതിന് ചുറ്റുമാണ് പറക്കുന്നത്. എങ്ങും അവർക്ക് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ചെടിയെ ഇട്ടിട്ട് അവർക്ക് വേറെ എവിടെയും പോകാൻ പറ്റുന്നില്ല. അവർ ഈ ചെടിക്ക് ചുറ്റും തന്നെ പറന്നും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ കണ്ടിട്ടുള്ളവർ കമൻറ്റൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ഹൈപ്പും, വീഡിയോയ്ക്കൊരു ഹൈപ്പൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് തരിക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.